വെൽക്കം ടു മാത്ത് ഹൊറൈസൺ യൂട്യൂബ് ചാനൽ. ഹലോ, നമുക്ക് പ്ലസ് വൺ മാത്തമാറ്റിക്സ് ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ്സിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ചോദ്യം ഇതാണ്: ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1, ബി ഈക്വൽ ടു സെറ്റ് 1 2, സി ഈക്വൽ ടു സെറ്റ് 1 3 ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് ഈസ് സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 1 2 3, then find A intersection B, B intersection C and n of A intersection B complement union B intersection C complement. ഫസ്റ്റ് നമുക്ക് A intersection B നോക്കാം. A intersection B എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എയിൽ 1 ഉണ്ട്, ബിയിൽ 1 ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, ബിയിലുള്ളത് 1 അല്ല, ബിയിലുള്ളത് സെറ്റ് 1 ആണ്. സോ ഈ സെറ്റ് 1ഉം 1ഉം വേറെ വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എയിലും ബിയിലും കോമൺ ആയിട്ട് 1 ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക? അവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എം ടി ആണ്. രണ്ടാമത്തത് ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു, ബിയിലും സിയിലും കോമൺ ആയിട്ട് ആരുണ്ട്? സെറ്റ് 1 ഉണ്ട്. സോ ബി ഇൻ്റർസെക്ഷൻ സിയിൽ ആരുണ്ട്? സെറ്റ് 1. 2 ബ്രാക്കറ്റ് ഇടാൻ ഓർക്കണം. സെറ്റ് 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എലമെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് കാണേണ്ടത്. അതിന് മുന്നേ ആ സെറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എടുക്കുക. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യു മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? ഡി മോഗൻസ് ലോ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. യു മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ യുവിലുള്ളതും എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തതും. അതർവൈസ് എന്ത് പറയാം? യുയിലുള്ള എലമെൻറ്റ്സിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബിയിൽ എലമെൻറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ്. നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബിയിൽ ആരേ ഉള്ളൂ? ആരും ഇല്ല, എം ടി ആണ്. സോ യുയിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി ഒഴിവാക്കിയാൽ ആരെന്നെ കിട്ടുക? യു എന്ന് പറയുന്ന സെറ്റ്, ഹോൾ സെറ്റിനെ കിട്ടുക. ദെൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. അതിപ്പോൾ ചെയ്തതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ സിനെ യുവിൽ നിന്ന് ഒഴിവാക്കണം. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ സെറ്റ് 1 ആണ്. അതിന് യുവിൽ നിന്ന് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് സെറ്റ് ഓഫ് ഓൾ, സെറ്റ് 2 സെറ്റ് 3 1 2 3. ഇനി അവരുടെ യൂണിയൻ എടുക്കുക. ഇത് രണ്ടിൻ്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഇതാ കിട്ടുക. ഈ സെറ്റ് എന്ന് പറയുന്ന ആര് തന്നെയാണ്? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സോ അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് കൗണ്ട് ചെയ്യുക. അത് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇത് ഈസിയായ ചോദ്യമാണ്, പക്ഷേ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ സെറ്റിലെ എലമെൻറ്റ്സ് സെറ്റുകളായിട്ട് തന്നിട്ടുണ്ട്. സോ ആ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം റീസെൻ്റ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.